ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ശരിക്കും ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ പോലെയല്ല കേട്ടോ. ഇത് എനിക്കെന്തോ പെട്ടെന്നൊരു റിവ്യൂ ചെയ്യണം. റിവ്യൂ എന്ന് പറയാനേ പറ്റില്ല, എന്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം, വേണ്ടെങ്കിൽ കേൾക്കണ്ട, എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഹിമാലയയുടെ അണ്ടർ ഐ ക്രീമാണ്. എനിക്കറിയില്ല, ഞാനിത് മുന്നേ കുറെ പേർക്ക് റെഫർ ചെയ്തിട്ടൊക്കെ ഉണ്ട്, നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കൂ, ബെറ്റർ ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1-2 ദിവസം യൂസ് ചെയ്തു, എന്നിട്ട് കുഴപ്പമില്ല, ചേഞ്ച് ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു ബെറ്റർ റിസൾട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുമില്ല, അതുപോലെ തന്നെ ഞാനിത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുമില്ല. പക്ഷെ എനിക്കിപ്പോ അത്യാവശ്യമുണ്ട്. എന്റെ കണ്ണിന്റെ അടിയിൽ നല്ല കറുപ്പായി തുടങ്ങിയപ്പോ, കറുപ്പെന്ന് വെച്ചാൽ കണ്ടമാനം കറുപ്പല്ല, പക്ഷെ നല്ല രീതിയിൽ വിസിബിൾ ആവുന്ന രീതിയിൽ അണ്ടർ ഡാർക്ക്നെസ് വന്നു കഴിഞ്ഞപ്പോ എനിക്കെന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതെന്റെ കയ്യിൽ ഉണ്ട്, അപ്പൊ വേറെ മേടിക്കുന്നതിന് മുൻപ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് വേറെ ഒരെണ്ണം മേടിക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ സാധനം എഗെയിൻ യൂസ് ചെയ്ത് തുടങ്ങി. ശരിക്കും പറയാലോ, ഒരു 4 ദിവസം ആയിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോ നിങ്ങൾക്കറിയാം, ഞാൻ പൊതുവെ ഞാൻ നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഒരു റിവ്യൂ ഒക്കെ ചെയ്യാനിരിക്കുന്നത്. പക്ഷെ ഞാൻ സ്കിൻ കെയർ മാത്രമേ എന്റെ മുഖത്ത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുണ്ടാവും, കണ്ണിനടിയിൽ കുറച്ചൊരു ഡാർക്ക് സർക്കിൾ ഉണ്ട്. പോകെ പോകെ നിങ്ങൾ നോക്കിക്കോ, അതുകൂടെ മാറും. കാരണം ഇതിനപ്പുറം ഉണ്ടായിരുന്നു, നല്ല പോലെ ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നു, നല്ല പോലെ മാറുന്നുണ്ട്. പക്ഷെ ഇവർ പറയുന്ന രീതിക്ക് ഇത് യൂസ് ചെയ്യണം. നമുക്ക് തോന്നിയ കണക്കിന് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് അത്ര നല്ലതല്ല. സോ ഞാനിത് യൂസ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ട്വൈസ് അതായത് ഡെയിലി 2 തവണ നമ്മൾ യൂസ് ചെയ്തു. നല്ല രീതിക്ക് ആദ്യം നമ്മൾ ഈ ട്യൂബ് ഇങ്ങനെയാണ് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്രീമി, നമ്മുടെ ഒരു ഹിമാലയയുടെ പൊതുവെയുള്ള ക്രീംസിന്റെ ഒക്കെ ഒരു കളർ ഉണ്ടല്ലോ, ഒരു ക്രീമി കളർ, ആ കളർ തന്നെയാണ് ഇതിന്. അപ്പൊ ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ കണ്ണിന് അടിയിൽ ഇവിടെയായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് സ്പോട്ട് ചെയ്ത് കൊടുക്കും. ഞാൻ 2 വശത്ത് ഇവിടെ ഇങ്ങനെ സ്പോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ കൈ ഉണ്ടല്ലോ, റിംഗ് ഫിംഗർ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മസാജ് ചെയ്യും. ദെൻ കണ്ണിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കൂടെ മസാജ് ചെയ്യും. ഇങ്ങനെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ കാണിച്ചു തരുന്നത് കേട്ടോ. അതായത് ഇപ്പൊ ഇങ്ങനെ നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മസാജ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെയും കൂടെ മസാജ് ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെയും കൂടെ മസാജ് ചെയ്യും. രണ്ടിടത്തും അറ്റ് എ ടൈമിൽ 2 ഫിംഗറും വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും. അതൊരു 2 മിനിറ്റ് ചെയ്യും, കമ്പൽസറി ആയിട്ട് 2 മിനിറ്റ് ചെയ്യും. ശരിക്കും ഒരു 1 മിനിറ്റ് ചെയ്താൽ തന്നെ നല്ല ഗുണം കിട്ടും. 2 മിനിറ്റ് ചെയ്താൽ അതിന്റെ ഇരട്ടി ഗുണം കിട്ടും. എനിക്ക് ഇച്ചിരി ഇരട്ടി ഗുണം വേണം എന്നുള്ളതുകൊണ്ട് അത്യാഗ്രഹം മൂത്തിട്ട് ചെയ്യുന്നതാണ്, അങ്ങനെ തന്നെ പറയാം. ഇതിന്റെ പ്രൈസ് വരുന്നത് 225 രൂപയാണ്. ഇതിന്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് കൊണ്ട് ഈ ഇൻഗ്രീഡിയന്റ് ഇതിനകത്തുള്ളതുകൊണ്ട് ആ ഗുണം ഉണ്ടാകും, ഈ ഇൻഗ്രീഡിയന്റ് ഉള്ളതുകൊണ്ട് ഈ ഗുണം ഉണ്ടാകും എന്ന് പറയാനും മാത്രം ഇതൊന്നും റെഫർ ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. ഇതെന്റെ പക്ക ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. പെട്ടെന്ന് ഞാൻ പറയുന്നതാണ്. ഞാൻ ഒത്തിരി പേർക്ക് ഈ സാധനം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് പെട്ടെന്ന് ഇത്രയും റിസൾട്ട് കിട്ടിയോണ്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ ഈ സാധനം പറയുന്നത്. കാരണം 15 ml ഉള്ളൂ ഇത് യൂസ് ചെയ്ത് കുറച്ചേ ഉണ്ടാവും. ഇതിനകത്ത് ഇനി ഇച്ചിരിയും കൂടെ ഉള്ളൂ. ഞാൻ വല്ലപ്പോഴും ഒക്കെ എടുത്ത് യൂസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു നോർമൽ ചുമ്മാ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എന്തോ 2 ദിവസം ഞാൻ പണ്ടെങ്ങാണ്ട് 2-3 ദിവസം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നല്ലതാന്ന് തോന്നി, അങ്ങനെയായിരുന്നു കേട്ടോ. ഇത് തീർന്നിട്ട് വേറെ മേടിക്കാം എന്നുള്ളതായിരുന്നു എന്റെ ഒരു പ്ലാൻ. പക്ഷെ ഞാൻ ഇതിൽ തന്നെ നിൽക്കാനാണ് ചാൻസ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എന്തൊരു കാര്യം ചെയ്താലും അതിന് റിസൾട്ട് ഉണ്ടാകും. ഇത് ഞാൻ രാവിലെയും വൈകിട്ടും സ്കിപ്പേ ചെയ്യത്തില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ സ്കിൻ കെയർ പ്രോപ്പർ ആയിട്ട് അത്രയും കട്ടക്കി പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. സ്കിൻ കെയർ ഞാൻ സ്കിപ്പേ ചെയ്യാറില്ല. അതായത് എന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ സാധനം ആദ്യം, അതായത് ഫേസ് ഞാൻ വാഷ് ചെയ്യും, ഫേസ് വാഷ് യൂസ് ചെയ്ത് തന്നെ വാഷ് ചെയ്യും. എന്നിട്ട് ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ, വെജിറ്റബിൾ ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു ടോണറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ സ്പ്രേ ചെയ്യും. എന്നിട്ട് അതൊന്ന് ഫേസിലേക്ക് അബ്സോർബ് ആകാൻ വേണ്ടി വിടും, തൂത്ത് കളയില്ല, ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് തന്നെത്താനെ ഒന്ന് ഫേസിലേക്ക് ആയതിനു ശേഷം ഈ സാധനം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കും. ദെൻ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റേ ഹൈഫന്റെ ഡീ പിഗ്മെന്റേഷൻ സെറം ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യും. പക്ഷെ അത് കണ്ണിന്റെ ഏരിയയിൽ ഇടത്തില്ല, കാരണം ഇത് ഓൾറെഡി ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യത്തില്ല. ബാക്കി ഏരിയയിലും നെക്കിലും ഒക്കെ ആ ഒരു സെറം യൂസ് ചെയ്യും. എന്നിട്ട് കുറച്ചൊരു 2 മിനിറ്റ് വെച്ചേക്കും, ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല. ദെൻ ഞാൻ യൂസ് ചെയ്യുന്ന നിവ്യയുടെ അതിന്റെ ആക്ച്വലി അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, നിവ്യയുടെ ഒരു മോയ്സ്ചറൈസർ, ഒരു പിങ്ക് ട്യൂബ്, അത് ഞാനിപ്പോ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ എന്റെ നൈറ്റ്. പകലാണെന്നുണ്ടെങ്കിൽ, ഡേ ടൈം ആണെന്നുണ്ടെങ്കിൽ ഇതിന് പുറമെ ഞാൻ സൺസ്ക്രീൻ കൂടി ഇടും. അത്രയും ഞാൻ ഇപ്പൊ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ചിലപ്പോൾ ഞാൻ അക്വലോജിക്കയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, സോഫ്റ്റ് ടച്ചിന്റെ യൂസ് ചെയ്യാറുണ്ട്, ഡോട്ടാൻഗി യൂസ് ചെയ്യാറുണ്ട്, ഫോക്സ്റ്റൈൽ യൂസ് ചെയ്യാറുണ്ട്, അതെനിക്ക് ഹൈഫൻ യൂസ് ചെയ്യാറുണ്ട്. അത് മാറി മാറി ഒക്കെ ചെയ്യും ഞാൻ. അങ്ങനെ പ്രത്യേകിച്ചൊരു
ഒരു സൺസ്ക്രീനിൽ ഞാൻ സ്റ്റിക്ക് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെയാണ് എൻ്റെ റുട്ടീൻ. അപ്പം നല്ല ചേഞ്ച് വരുന്നുണ്ട്. ഞാൻ പറയുവാണെങ്കിൽ നമുക്കൊരു സെൽഫ് കെയർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര നമ്മളോട് തന്നെ നമുക്കൊരു സാധനം തോന്നും. ആ ഒരു ഫീലിലാണ് ഞാനിപ്പോൾ. കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ വലിയൊരു കാലയളവായിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറേ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ മുഖമൊക്കെ അലമ്പായിരുന്നു. ഇപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ സ്കിന്നിന് മറ്റേ എന്തോ ലോട്ടറി അടിച്ച മാതിരിയാണ്. ഞാൻ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് എന്നോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ആ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ 225 രൂപയുള്ളൂ. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മേടിക്കുവാണെങ്കിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്യാം, ഓഫർ ഉണ്ടാവും. ഈ ലിങ്കിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഓഫർ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാലോ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാം. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ 225 രൂപ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു 100 സംതിങ്ങിനൊക്കെ കിട്ടും. അതാണ് വ്യത്യാസം. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ഇൻഗ്രീഡിയന്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല, ഗുണമുണ്ട് അത്രമാത്രം. ചെയ്യണം, അതായത് എന്താണ് അവർ പറയണത് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ഡയറക്ഷൻ ഓഫ് യൂസിനകത്ത് ഇവർ പറയുന്ന കാര്യം ഞാൻ വേണമെന്ന് വായിക്കാം. ജെന്റ്ലി മസാജ് ഇൻ ടു ദ ഡെലിക്കേറ്റ് ഏരിയ beneath the eyes and after through cleansing use twice daily എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവസാനം പറഞ്ഞതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2 തവണ ദിവസവും യൂസ് ചെയ്യണം. ഒരു മസാജ് കൊടുക്കണം. ഞാൻ മസാജ് കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ ചെയ്യണം, എങ്കിലേ ഗുണമുണ്ടാവുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ വീട്ടിലിരിക്കുന്ന കോലത്തിലാണ് വന്ന് വീഡിയോ ചെയ്തേക്കണം. സോ കുഴപ്പമില്ല. അപ്പോ വേറെ വീഡിയോ ചെയ്യണം. Till then, bye.